മിഥുൻ, നമുക്ക് സമരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇങ്ങനെയൊരു സമരം എന്തായാലും കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അതുപോലെ തന്നെ കർഷക സംഘടനകളും ചേർന്ന് ഇങ്ങനെയൊരു സമരം കാഴ്ചവെച്ചിരിക്കുന്നു. അത് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. കുറേ പേര് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ രംഗത്ത് വരികയും അറസ്റ്റ് വരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സമരം നടന്നിരിക്കുന്നു. ആ സമരത്തെ താങ്കൾ തള്ളി പറയുമോ? നോക്കൂ, അതിലെ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്, പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്. പക്ഷെ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച വ്യക്തി എനിക്കൊരു BJP നേതാവിന്റെ പട്ടം എന്തായാലും ചാർത്തി തന്നതിന് നന്ദി. അങ്ങനെ ഒരു നേതാവാകാൻ ഞാനിപ്പോ ആഗ്രഹിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു നേതാവ് ആക്കിയതിന് സന്തോഷം. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇവിടെ INTUC നിലപാട് പലപ്പോഴും BJP-യുമായി ചേർന്ന് പോകുന്നുണ്ടെന്നാണ്. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്ടിലൂടെ നോക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. കാരണം INTUC എന്ന് പറയുന്നത് നിൽക്കുന്ന ഒരു പൊസിഷൻ എന്താണ്, ഇവിടുത്തെ UDF LDF ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ രാജ്യത്തുള്ള ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ റിഫ്റ്റിലൂടെ മാത്രം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പോസിഷൻ അലയൻസ് ആണ്. അതിന്റെ ഒരു ഫാക്ഷൻ ഇവിടെ ഡയറക്റ്റ് റൈവലായി കാണുന്നത് അവരുടെ നാഷണൽ ലെവലിൽ ഒരു അലൈനെയാണ്. അപ്പൊ അത് അവരുടെ കുഴപ്പമല്ലേ, അതിലെവിടുന്ന BJP അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി വരുന്നത്? അപ്പൊ നിങ്ങളുടെ ഒരു അലയൻസ് ശക്തമല്ല, നിങ്ങൾക്ക് കേന്ദ്രത്തിലും ശക്തമല്ല, ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ പുറത്തും ശക്തമല്ല, കേരളത്തിനകത്ത് എന്തായാലും വലിയ റൈവൽ ഗ്രൂപ്പ്സ് ആണ് ഇവർ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ യോജിപ്പ് കാണിക്കാൻ പറ്റില്ല, പല കാരണങ്ങളാലും. ഈ രണ്ട് കക്ഷികളും ഭയങ്കര ഗംഭീര ആളുകളാണെന്നല്ല പറയുന്നത് കേട്ടോ. കാരണം ഇടതുപക്ഷം ഭരിച്ച് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഈ നാടിനെ എവിടേക്ക് എത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച ചിലപ്പം വഴിതിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകാത്തത്. പക്ഷെ അദ്ദേഹം ചോദിച്ച കാര്യം ഇതാണ്, ഇപ്പം BJP-യും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞു വെച്ചാൽ അതിന് എനിക്ക് ഒരൊറ്റ ഉത്തരേ പറയാനുള്ളൂ. കാരണം ഓപ്പോസിഷന് പ്രത്യേകിച്ച് അവർക്ക് ഉള്ളിലൊരു ധാരണയില്ല, അല്ലാതെ ഭരണകക്ഷിയുമായിട്ടൊരു ധാരണയിലേക്ക് എത്തുകയല്ല. അവർക്ക് ഉള്ളിലുള്ള റിഫ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് INTUC മാറി നിന്നൊരു കാരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തുകൊണ്ടും വിഷയത്തിന്റെ ഈ മെയിൻ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. അതിലൊന്ന് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പും ഇവിടെ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ്. അതിന് നമ്മൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ലേബർ കോഡ്സ്, അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഫ്ലോർ വേജ് എന്നൊരു കണ്ടീഷനാണ് അവർ പറഞ്ഞത്, അല്ലെ? ഒരു മിനിമം ഫ്ലോർ വേജ് വേണമെന്ന് ഗവൺമെന്റ് ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ലേബേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഫ്ലോർ വേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനും അതിന്റെ താഴേക്ക് വരാൻ പറ്റില്ല. മാത്രമല്ല അതിലൊരു പ്രത്യേക കണ്ടീഷനും ഉണ്ട്. ഇപ്പൊ ചില സ്റ്റേറ്റ്സിൽ അത് കൂടുതലായിരിക്കും ഫ്ലോർ വേജ്. മിനിമം ഫ്ലോർ വേജ് ഇപ്പൊ ഒരു സെർട്ടൺ എമൗണ്ട് ആണെങ്കിൽ ചില സ്റ്റേറ്റ്സിൽ ഓൾറെഡി അത് മുകളിലായിരിക്കും. അങ്ങനെ മുകളിൽ നിൽക്കുന്ന സ്റ്റേറ്റ്സിന് താഴേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല. അപ്പൊ പിന്നെ എന്താണ് അതിലെ പ്രശ്നം? അപ്പൊ നിങ്ങൾ എന്തിനു ഉദ്ദേശിച്ചാണ് ഈ ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഫ്ലോർ വേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ഇത്രയും വലിയ പ്രശ്നം? ഫ്ലോർ വേജ് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും വലിയ ഇഷ്യൂ ആയി മാറിയത്? നിങ്ങൾ അതിനെ വേണ്ടി സംസാരിക്കുന്ന ആളാണ്. ഇനി അദ്ദേഹം ഒരു പക്ഷേ പറയുകയാണ്, നാളെ ഇൻഫ്ലേഷൻ വന്നിട്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാരന് അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇത് പ്രശ്നമായി മാറും, അല്ലെങ്കിൽ ലേബേഴ്സിന് ഇത് പ്രശ്നമായി മാറും എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ പോലും, ഞാൻ അസ്യൂം ചെയ്യാട്ടോ അദ്ദേഹം ആ ഒരു പൊസിഷൻ എടുക്കുമെന്ന്, അങ്ങനെയാണെങ്കിൽ പോലും അത് CPI-യുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടാണ് ഈ മിനിമം വേജിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഫ്ലോർ വേജ് ഒരിക്കലും ഒരൊറ്റ ഫിക്സ്ഡ് ലെവലിൽ നിൽക്കില്ല. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിലും ഫ്ലോർ വേജും കൂടും. അപ്പൊ അവിടെ എന്താണ് പ്രശ്നം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? മാത്രമല്ല ഈ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, പല എംപ്ലോയേഴ്സ് ഉണ്ട്, പിന്നെ ലേബർ എക്സ്പേർട്സ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഈ കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ ജോഗ്രഫിക്കൽ വേരിയേഷൻ അനുസരിച്ച് ഈ ഫ്ലോർ വേജ് പല സ്ഥലത്തും പലതായിരിക്കും. കാരണം പല ഫ്ലോർ വേജസ് ആയിരിക്കും ഓരോ ജോഗ്രഫിക്കൽ റീജൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് അനുസരിച്ചുള്ള. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഫ്ലോർ വേജ് എന്ന ഒരു കണ്ടീഷൻ ഇവിടെയും ഇല്ല. മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിന് മിനിമം ഫ്ലോർ വേജ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറയ്ക്കാനോ ഒന്നും പറ്റുകയില്ല. അപ്പൊ എന്തിനാണ് ഈ പ്രശ്നം നടക്കുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഈ വർക്കേഴ്സിന്റെ കൗണ്ട്, അതായത് ഈ ലേ ഓഫ് ചെയ്യാൻ പറ്റുന്ന വർക്കേഴ്സിന്റെ കൗണ്ട് കൂട്ടി, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യം, ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ലേബർ ലോസ് വെച്ച് പോവുകയാണെങ്കിൽ പെർമനന്റ് വർക്കേഴ്സ് എന്നൊരു കൾച്ചറിലേക്ക് പല ഫാക്ടറീസും അല്ലെ പല ഇൻഡസ്ട്രീസും മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ ആ ഒരു കോൺട്രാക്ട് ലേബേഴ്സിനെ കൊണ്ടുവന്നിട്ട് പല രീതിയിലുള്ള എംപ്ലോയ്മെന്റ്സ് നടത്തിയിട്ട് എംപ്ലോയീസിന്റെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ലേബേഴ്സിന്റെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സംഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു സമരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഹയർ ആൻഡ് ഫയർ കൾച്ചർ ഒക്കെ വരാൻ പോകുന്നു എന്നുള്ള.
പക്ഷെ അതിന്റെയും ഏതൊരു നിയമത്തിനും അതിൻ്റെതായിട്ടുള്ള ലൂപ്പ് ഹോൾസോ അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ രണ്ടും വിലയിരുത്തിയിട്ട് വേണ്ടേ നമ്മൾ പറയാ. നിങ്ങളുടെ പ്രധാന പ്രശ്നം ഇതാണെങ്കിൽ അതിൽ മറ്റൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, വർക്കറിന് വേണ്ടി. അതൊന്ന് ചുരുക്കി താങ്കളുടെ വാദം അവതരിപ്പിക്കും. അല്ല, എന്റെ വാദം ഇതാണ്. കാരണം നിങ്ങൾക്ക് എന്താണ് ഇതിലെ പ്രശ്നം? ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണ്? നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് വലിയ പ്രശ്നമാണ്. ഇത്രയും കാലം ഈ പറഞ്ഞ സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ, ആമസോൺ ഇതിലൊക്കെയുള്ള ആളുകൾ, ഞാൻ ഈ വെയർ ഹൗസിലൊക്കെ നേരിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. കാരണം അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. ഇങ്ങനത്തെ ഗിഗ് വർക്കേഴ്സിനെ ഇവരൊക്കെ തന്നെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറുകയാണ്. നിങ്ങൾ പറയാണ് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ബജറ്ററി അലോക്കേഷൻ നടത്തണം. നേരെ മറിച്ച് ഗവൺമെന്റ് അവിടെ ഒരു എന്താ പറയാ ഒരു കമ്പനിയുടെ, അതായത് ഇത്രയും വലിയ വലിയ കമ്പനീസ് അല്ലേ, അവരുടെ ആനുവൽ ടേൺ ഓവറിന്റെ 2% വരെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടായി മാറ്റിവെക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണോ? അപ്പൊ എവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? ആ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് കമന്റ് ചെയ്യുന്നു. കോൺഗ്രസ് കൂടെ നിൽക്കുന്നില്ല, ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് കൂടുതൽ നിൽക്കുന്നില്ല, കഴിഞ്ഞു. അത് കഴിഞ്ഞ ചർച്ചയാണ്. ഇതാണോ നമ്മുടെ യഥാർത്ഥ പ്രശ്നം? എന്തിനു വേണ്ടിയാണ് സമരം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഷയമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പക്ഷേ ചർച്ച ചെയ്യാൻ പറ്റും. ഇത് വെറുമൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും മെറിറ്റുള്ള ഒരു ചർച്ചയാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയിക്കോട്ടെ, വരട്ടെ.